ഹായ്, ഞാൻ അനഘ ആനന്ദ്. എൻ്റെ സ്ഥലം കണ്ണൂരാണ്. ഞാൻ CA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണ്. ടെൻത്ത് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് CAയിലേക്ക് കടക്കണം എന്നുള്ളത്. സോ അന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു CA എന്താണ്, CA എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ പേരൻസ് ആയിരുന്നു എനിക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എക്സ്പെഷ്യലി എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ CAയിലേക്ക് കടക്കണം എന്നുള്ളത്. പക്ഷെ അപ്പോൾ എന്താണ് CA, എങ്ങനെയാണ് CA ഒന്നും അറിയില്ലായിരുന്നു. ആകെ അറിയാവുന്നൊരു നോളജ് എന്ന് വെച്ചാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നായിരുന്നു. സോ ഞാൻ +1 +2ലേക്ക് കടക്കുമ്പോൾ കൊമേഴ്സിലേക്ക് തന്നെ പോകണം എന്ന് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സയൻസ് കിട്ടിയ ഞാൻ കൊമേഴ്സ് തന്നെ വേണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. പിന്നെ ഞാൻ +2 കൊമേഴ്സ് എടുത്തു. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഹൈ മാർക്കോടെ പാസ്സാവണം എന്നുള്ള കാര്യം. സോ ഞാൻ അത്രയും വാശിക്ക് പഠിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യണം, CA തന്നെ ആയിരുന്നു എൻ്റെ മോട്ടിവേഷൻ, എൻ്റെ എയിം, എൻ്റെ എംബിഷൻ എന്ന് പറയുന്നത്. CAയിലേക്ക് പോകാൻ എങ്ങനെ പോകും, ഡയറക്റ്റ് എൻട്രി ആണോ അതോ ഫൗണ്ടേഷൻ ബേസിസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫൗണ്ടേഷൻ ബേസിലൂടെ പോകാനൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എൻട്രിയിലൂടെ ചൂസ് ചെയ്തു. സോ ഞാൻ BCom ഗ്രാജുവേറ്റഡ് ആണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് CA ഇന്ററിലേക്ക് രജിസ്റ്റർ ചെയ്തു. ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ കോഴ്സ്, എന്തൊക്കെ ചെയ്യണം. ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കോഴ്സാണല്ലോ ഇത്. നമ്മൾ പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു കോഴ്സാണല്ലോ. ക്യാമ്പസിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അധികം എൻജോയ്മെന്റ് ആണ്, എന്റർടൈൻമെന്റ് ആണ്, സ്റ്റഡീസ് ഒപ്പം പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണ്. കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യണം, പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്ത് പോകണം. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഫാക്കൽറ്റീസ് ഉണ്ടാവുക, എങ്ങനെ പഠിക്കണം, ഇത് എത്ര സീരിയസ്നെസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് എനിക്ക് പറ്റുമോ എന്നതായിരുന്നു ആദ്യത്തെ ഡൗട്ട്. എനിക്കിത് പറ്റുമോ, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ടൈം വേസ്റ്റ് ആവുമോ, അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവരുടെ അപ്രോച്ച്, ഇവരെ ഇൻഡിവിജ്വലായിട്ട് ഓരോ ആൾക്കാരെ നോക്കുന്നത്, അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടൊരു കാര്യം. ഇൻഡിവിജ്വലി എല്ലാ സ്റ്റുഡൻസിനെ ഇവർ നോക്കുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എങ്ങനെ പഠിക്കണം, എങ്ങനെയൊക്കെ സ്കെഡ്യൂൾ ചെയ്യണം, ടൈം ടേബിൾ എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യണം, ഓരോ ലീവ് കിട്ടുമ്പോൾ ഇങ്ങനെ പഠിക്കണം, നിങ്ങൾ ഇത്ര പോർഷൻസ് കവർ ചെയ്യണം എന്നൊക്കെ ഇൻഡിവിജ്വലായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കലായിക്കോട്ടെ, എല്ലാവരും ഇൻഡിവിജ്വലി അവർ നല്ലോണം നോക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്. ഒബ്വിയസ്ലി സ്ട്രെസ്ഡ് ആവാറുണ്ട്, കാരണം അത്രയും കാലം ആ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അതിനുള്ള ബെനിഫിറ്റ്സ് കിട്ടും. കാരണം അതിനാണല്ലോ ഞാൻ ഇതിലേക്ക് വന്നത്. ആ ഒരു അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്താൽ അത് നമുക്ക് കിട്ടും. CA എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ കിട്ടും. എന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ. എനിക്ക് CA ആസ്പിറൻസിനോട് പറയാനുള്ളത്, ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിരിക്കുക. നമ്മൾ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒബ്വിയസ്ലി, പക്ഷെ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നതായിരിക്കും.